നമസ്കാരം, ഞാൻ സുജീഷ്. നമസ്കാരം, എൻ്റെ പേര് സുനിൽ. നമസ്കാരം, എൻ്റെ പേര് അരുൺ. പ്രിയപ്പെട്ട അനിത ടീച്ചർ. നമസ്കാരം ടീച്ചർ. ടീച്ചർ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർമാരിൽ ഒരാളാണ്. എൻ്റെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് അനിത ടീച്ചറാണ്. എന്നെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാരിൽ ഒരാളാണ് അനിത ടീച്ചർ. അനിത ടീച്ചറെ കൊല്ലം റിട്ടയർ ചെയ്യാണെന്ന് നമ്മുടെ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള GLP സ്കൂളിൽ 10 വർഷത്തിലധികം സേവനമനുഷ്ഠിച്ച് ടീച്ചറുടെ ഇത്ര കാലത്തെ കുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ ഫ്യൂച്ചറിലേക്ക് ആ ചെറുപ്രായത്തിൽ ചെയ്യേണ്ട ഗൈഡൻസ് ചെയ്യുകയും ചെയ്ത ടീച്ചർക്ക് സർവീസിൽ നിന്ന് റിട്ടയർ ആവുന്ന അനിത ടീച്ചർ. എൻ്റെ സഹപാഠികളെ പ്രതിനിധീകരിച്ചു എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. ആയിരത്തി 1988 ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് നാരായണ മാഷായിരുന്നു ഹെഡ് മാസ്റ്റർ. അവിടെ നിന്ന് ഇങ്ങോട്ട് 35 വർഷക്കാലം കുറേ മക്കളെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുവിധം നല്ല രീതിയിൽ കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്. അതിന് ഫലമായിരിക്കാൻ ഇന്ന് കാണുന്ന ഈ പൂർവ്വ വിദ്യാർത്ഥികൾ, പിന്നെ സഹാധ്യാപകർ ധാരാളം വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ നിലവിലുള്ള PTA കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടാൻ സാധിച്ചു. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചു. ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മക്കളെ നന്നായി വളർത്തുക. അതായത് പഠനം മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതിലാണ് ഏറ്റവും മുന്നിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളായാലും അതെ, കുട്ടികൾക്ക് പല കഴിവുകളും ഉണ്ട്. ആ കഴിവുകളെ കണ്ടെത്തേണ്ടത് ഒരു അധ്യാപിക തന്നെയാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ പല കുട്ടികളും പല നിലവാരത്തിൽ നല്ല ജോലികളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് പഠിച്ചാൽ മാത്രമേ ഒരു മ്യൂസിക് അധ്യാപകനാവാൻ പറ്റുള്ളൂ എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ആദിത്യൻ. ഇപ്പോൾ കലാമണ്ഡലത്തിൽ പാശ്ചാത്യ സംഗീതത്തിലും അതുപോലെ ശാസ്ത്രീയ സംഗീതത്തിലും അരങ്ങേറ്റം കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണ്. ആദിത്യനൊന്നും എഴുന്നേറ്റ് പഠിച്ചിട്ടില്ല. സംഗീതം എന്നുള്ളതിൻ്റെ ഒന്നും പഠിക്കാതെയാണ് അവന് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയത്. അതായത് നമ്മുടെ വിദ്യാലയത്തിലുള്ള പല പരിപാടിയിലും നമ്മൾ അവനെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ട് അങ്ങനെ വന്നു. അവൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു, അവന് കിട്ടി. അങ്ങനെ പല കുട്ടികളും മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു അധ്യാപകർ തന്നെ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് എന്നെ കഴിയുന്നിടത്തോളം കാലം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ അച്ഛനും അമ്മയും അതെ എന്നെ പഠിപ്പിച്ചതും ഇതേ രീതിയിലാണ്. ഇപ്പോൾ DPP ഇപ്പോൾ വന്നേ ഉള്ളൂ, 2000 വന്നിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളെ പഠിപ്പിച്ചത് മുഴുവൻ ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് എന്നെ വീട്ടിലും പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതേ രീതിയിൽ കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് പാഠപുസ്തകത്തിലെ മാത്രം പഠിപ്പിച്ചുകൊണ്ടല്ല ഞാനും മുന്നിലേക്ക് പോയിരിക്കുന്നത് എന്നൊരു വിശ്വാസം നിങ്ങളുടെ വാക്കുകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അത് നിങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളെല്ലാവരും എൻ്റെ ഉന്നമനത്തിനും എന്നോടും കൂടി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നല്ലൊരു PTA-യും നല്ല രക്ഷിതാക്കളെയും എനിക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ സ്കൂൾ ജീവിതം ഇത്രയും മുന്നിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചത്. കാരണം HM ആയതിനു ശേഷം
ഏറ്റവും നല്ലത് എച്ചമാവാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. ആ പഠിപ്പിക്കുന്ന കാലമാണ് നമുക്ക് കുട്ടികളോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നതിന് സാധിക്കുക. എച്ചമായി ആ കസേരയിൽ കയറിയിട്ടുണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നോ ഇരുന്നില്ലേ എന്നല്ല ആരും നോക്കുക, മനസ്സിലായോ? കുട്ടികൾക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ കഴിയുന്നത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാനും ബാക്കിയുള്ള സമയം രാത്രി ആയാലും ഇവിടെ ലേറ്റ് ഓഫ് ചെയ്യാറായില്ലേ എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വർക്കുകൾ അപ്ലൈ ചെയ്യുള്ളൂ, സൈറ്റ് അപ്ലൈ കിട്ടുള്ളൂ, എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അതൊക്കെ ഈ ചെവിക്കൂടെ കെട്ടി ഈ ചെവിക്കൂടെ വിടുക. അതുപോലെ രാവിലെ നേരത്തെ കൂടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ രീതിയിൽ അങ്ങനെ ആരോടൊന്നും മിണ്ടാതെ തട്ടിമുട്ടി ഇങ്ങനെ ജീവിച്ചു ഇത്രയും കാലം. ഈ ഔദ്യോഗിക ജീവിതത്തോടെ നല്ലൊരു മനസ്സുണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഞാൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.